നമസ്കാരം. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് ഓഡിയോ വിഷ്വൽ ക്ലബ്ബ് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന ചലച്ചിത്ര സമീക്ഷ എന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ ഭാഗമായി നിരവധി വെബിനാർ സീരീസുകൾ ഇതിനകം നടന്നു കഴിഞ്ഞു. മോഡേൺ ടൈംസ് എന്ന ചലച്ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചാർലി ചാപ്ലിൻ ചലച്ചിത്രങ്ങൾ വലിയ തോതിൽ അവയുടെ സാർവലൗകികമായ ഒരു സ്വീകാര്യത കൊണ്ടും അവയിലെ പൊളിറ്റിക്കൽ എലമെൻസ് കൊണ്ടും അതിൻ്റെ സവിശേഷമായ നടന ഭാഷ കൊണ്ടും ഒക്കെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. അവയിൽ ചാപ്ലിൻ്റെ അത്തരമൊരു സീരീസിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായി സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്ന സിനിമയാണ് മോഡേൺ ടൈംസ്. ടെക്നോളജി വികസിച്ച് തുടങ്ങുന്ന ഒരു കാലത്ത് ടെക്നോളജിയെ തന്നെ പ്രമേയമാക്കിയ ഒരു സിനിമയായിരുന്നു മോഡേൺ ടൈംസ്. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിരിക്കാവുന്ന, പലമട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, ചരിത്രപരമായി പലമട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണത്. 1936 മോഡേൺ ടൈംസ് എന്നുള്ള സിനിമ പുറത്തിറങ്ങുന്നത്. പക്ഷേ ആ സിനിമ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ മോഡേൺ അഥവാ മോഡേണിറ്റി എന്ന് പറയുന്നത് ചരിത്രത്തിൽ എവിടെയെങ്കിലും അവസാനിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് തുടർച്ചയുള്ള ഒന്നാണ് എന്ന് ഹേബർമാസിനെ പോലുള്ളവർ പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ മോഡേൺ ടൈംസ് എന്ന് പേരിട്ടിരിക്കുന്ന ചാപ്ലിൻ്റെ ഈ സിനിമ 1936 അത് പുറത്തിറങ്ങുന്നതെങ്കിലും അതിൻ്റെ പ്രസക്തി ഈ പുതിയ കാലത്തും 21ാം നൂറ്റാണ്ടിലും അവസാനിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിൻ്റെ പ്രമേയങ്ങൾ, ആ സിനിമ ചർച്ച ചെയ്ത പ്രമേയങ്ങൾ ഒരുപക്ഷെ 1936 അന്ന് ലോകത്ത് ഏറ്റവും പ്രസക്തമായി എന്ന് തോന്നുന്ന, അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്ന ചില പ്രമേയങ്ങൾ, ആ പ്രമേയങ്ങൾ ഇന്ന് 21ാം നൂറ്റാണ്ടിലും അതേപടി നിലനിൽക്കുന്നു എന്നത് വളരെ കൗതുകകരമായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സാമ്പത്തികമായ അസമത്വങ്ങൾ, സമരങ്ങളുടെ അടിച്ചമർത്തലുകൾ, അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കലാപങ്ങൾ, സാമ്പത്തികമായ പലതരത്തിലുള്ള വലിയ തോതിലുള്ള ചൂഷണങ്ങൾ, രാഷ്ട്രീയമായ പലതരത്തിലുള്ള അസഹിഷ്ണുതകൾ, അതിനെതിരായി നടക്കുന്ന സമരങ്ങൾ, അതിയാന്ത്രികതയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ 1936 ചാപ്ലിൻ സിനിമയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നതെങ്കിലും ഒരുപക്ഷെ ഇന്ന് 21ാം നൂറ്റാണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴും ആ സിനിമ കാണുമ്പോഴും അതിനകത്ത് കാലിക പ്രസക്തമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. അഥവാ മോഡേൺ ടൈംസ് എന്നത് എവിടെയെങ്കിലും നിലച്ചു പോകുന്ന ഒന്നല്ല, മറിച്ച് അതൊരു തുടർച്ചയുടെ പേരാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാവും എന്നർത്ഥം. രണ്ട് തരത്തിൽ ഈ സിനിമയെ സമീപിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ സിനിമ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ ചരിത്രഘട്ടമുണ്ട്. ആ ചരിത്രഘട്ടത്തെ മുൻനിർത്തിയിട്ട് എങ്ങനെയാണ് ഈ സിനിമ അതിൻ്റെ രാഷ്ട്രീയ ധർമ്മം നിർവഹിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ആസ് എ സിനിമ നരേറ്റീവ്, ഒരു സിനിമാറ്റിക് ആഖ്യാനം എന്നുള്ള നിലയിൽ ഈ സിനിമ എങ്ങനെയാണ് ആ കാലത്തെ സാങ്കേതികതയോടും അന്നത്തെ സിനിമ ആവിഷ്കരണ രീതികളോടും ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതെങ്ങനെയാണ് പ്രതിപ്രവർത്തിച്ചത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ വീണ്ടും മോഡേൺ ടൈംസ് റീവിസിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മോഡേൺ ടൈംസ് നമ്മൾ വീണ്ടും കാണാനെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്തരം ചില ആലോചനകൾ രൂപം കൊള്ളേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ചരിത്രപരമായി വ്യവസായ യുഗം, മുതലാളിത്തം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒട്ടേറെ ചരിത്രഘട്ടങ്ങൾ ലോകത്ത് ആധുനികതയുമായി ബന്ധപ്പെട്ടാണ് രൂപം കൊണ്ടത്. മോഡേണിറ്റി എന്ന് നമ്മൾ പറയുന്ന 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലൊക്കെ ഉണ്ടായ ഒരു വലിയ ആശയപരമായ ഒരു നവോത്ഥാനത്തെ നമ്മൾ ആധുനികത എന്ന് വിളിക്കാറുണ്ട്.
ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ജനാധിപത്യം, ദേശീയത തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ ഒരുപക്ഷെ പിന്നീട് ഇങ്ങോട്ടുള്ള ലോകത്തിൻ്റെ ക്രമത്തെയും ജീവിതത്തെയും നിർണയിച്ചു പോന്നിട്ടുള്ള ഒട്ടേറെ സംഗതികൾ രൂപപ്പെട്ട ഒരു സാമൂഹിക ചരിത്രഘട്ടമായിരുന്നു മോഡേണിറ്റി അഥവാ ആധുനികത 18-ാം നൂറ്റാണ്ടോടുകൂടി ലോകത്താകമാനം സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ലോകത്ത് മുതലാളിത്തം രൂപം കൊള്ളുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ജനാധിപത്യം രൂപം കൊള്ളുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു വ്യവസായ യുഗമുണ്ടാകുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ പുരോഗതിയിലേക്ക് ലോകം പ്രവേശിക്കുന്നതൊക്കെ ഈ ആധുനികതയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വ്യവസായം എന്ന് പറയുന്നത് മുതലാളിത്തം സൃഷ്ടിച്ചെടുത്ത വലിയ വ്യവസായങ്ങൾ, വൻകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത് ആധുനികതയുടെ ഒരു പ്രധാനപ്പെട്ട നട്ടെല്ലായിരുന്നു. ഡാനിയൽ ബെല്ലിനെ പോലുള്ളവർ, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന പരികല്പനയൊക്കെ രൂപീകരിച്ച ഡാനിയൽ ബെല്ലിനെ പോലുള്ളവർ ഉള്ള ചിന്തകന്മാർ ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ ആധുനികതയുടെ ലക്ഷണമായിട്ടാണ് എണ്ണുന്നത്. കൃഷിയാണ് ലോകത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആധാര കേന്ദ്രം എന്നുണ്ടെങ്കിൽ അത്തരം സമൂഹത്തെ, അത്തരം ഒരു കാലഘട്ടത്തെ ഡാനിയൽ ബെല്ല് ആധുനിക പൂർവ്വ സമൂഹം എന്നാണ് പറയുന്നത്. കാർഷിക പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ ആണിക്കല്ല് എന്നുണ്ടെങ്കിൽ, അതേസമയം വ്യവസായങ്ങളാണ് സാമ്പത്തിക ഉൽപാദന പ്രക്രിയകളുടെ അടിസ്ഥാനം എന്നുള്ള അത്തരത്തിലുള്ള സമൂഹത്തെയാണ് ആധുനിക സമൂഹം എന്ന് ഡാനിയൽ ബെല്ല് വിളിക്കുന്നത്. അങ്ങനെ അത് രണ്ടും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നത്. അത് നമ്മുടെ ചർച്ചയുടെ വിഷയമല്ല. പക്ഷേ ഇത് വളരെ പ്രധാനമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആണിക്കല്ല് കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് മാറിയ ചരിത്രഘട്ടത്തെയാണ് നാം ആധുനികത എന്ന് വിളിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റലിസം അഥവാ മുതലാളിത്തം വരുന്നതിന് മുമ്പ് ഫ്യൂഡലിസ്റ്റ് സാമൂഹ്യ ക്രമത്തിൽ അമർന്നു കിടന്നിരുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം, ഒരു ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ആശാപൂർണമായ, പ്രതീക്ഷാജനകമായ ഒരു അനുഭവമായിരുന്നു ഈ മുതലാളിത്തവും അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന വ്യവസായവൽക്കരണവും. അങ്ങനെയാണ് അന്ന് അനുഭവപ്പെട്ടത്. കാരണം ഒട്ടൊക്കെ ജീർണമായി തളം കെട്ടി, കാലവും സമൂഹവും തളം കെട്ടി നിന്നിരുന്ന ഒരു വ്യവസ്ഥിതിയായിരുന്നു ഫ്യൂഡലിസത്തിൻ്റേത്. അവിടെ അയാൾക്ക് സോഷ്യലി സ്വയം മൊബിലൈസ് ചെയ്യുന്നതിന്, ഒരു സോഷ്യൽ മൊബിലിറ്റി കൈവരിക്കുന്നതിന് ഒട്ടേറെ പരിമിതികളുണ്ടായിരുന്നു. അയാളുടെ ജീവിതത്തിൻ്റെ ക്രമം നേരത്തെ ചിട്ടപ്പെടുത്തിയ ആ ക്രമത്തിനകത്ത് ജീവിക്കുക എന്നതിനപ്പുറം, അതിൻ്റെ ഏറ്റവും പരിമിതമായ ഒരു വൃത്തത്തിനകത്ത് മാത്രം സഞ്ചരിക്കുക എന്നതിനപ്പുറം ജീവിതത്തിൽ അവസരങ്ങൾ തുറന്നു കിട്ടിയിരുന്നില്ല. എന്നാൽ മുതലാളിത്തം മുന്നോട്ട് വെച്ചത് വലിയ തോതിലുള്ള ജീവിതത്തിൻ്റെ ഒരു പുതിയ എക്സ്പോഷറാണ്. അതിനെ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് പൊതുവെ അന്ന് ലോകത്തെ മുഴുവൻ യുവ സമൂഹങ്ങളിലും യുവജനങ്ങളിലും ഉണ്ടായത്. അതുകൊണ്ട് വ്യവസായവൽക്കരണം വലിയ തോതിൽ പെട്ടെന്ന് തന്നെ സ്വീകരിക്കപ്പെട്ടു. വലിയ തോതിൽ അതുവരെ ഉണ്ടായിരുന്ന കാർഷിക ബന്ധ തൊഴിലുകളിൽ നിന്ന് ആളുകൾ വ്യവസായ ബന്ധിത തൊഴിലുകളിലേക്ക് കൂടുമാറി. അങ്ങനെ കൂടുമാറുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായും തങ്ങൾ ഇത്രയും കാലം പരിചയിച്ചു പോകുന്ന ജീവിതവൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചുപോയി ഈ മനുഷ്യർ. അവർ ആ വ്യവസായങ്ങളെ ചുറ്റിപ്പറ്റി രൂപപ്പെട്ട ഒരു പുതിയ നഗര സംസ്കൃതിയും ഒരു പുതിയ നഗര സംസ്കാരവും അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. വ്യവസായവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിൻ്റെ പിന്നിലുള്ള ഊർജം എന്നത് മുതലാളിത്തമാണ്. മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് അത്യാർത്തിയാണ്. എത്ര ലാഭം കിട്ടിയാലും മതിയാവാതെ തുടർച്ചയായി പുതിയ പുത്തൻ ലാഭങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രം പ്രാവർത്തികമാകുന്ന ഒന്നിനെയാണ് നാം മുതലാളിത്തം എന്ന് വിളിക്കുന്നത്. അത് ആദ്യകാലം മുതൽ ഇപ്പോഴും അതങ്ങനെയാണ്. പുതിയ മേച്ചിൽപ്പുറങ്ങളില്ലാതെ, പുതിയ നേട്ടങ്ങളില്ലാതെ, പുതിയ ലാഭങ്ങളില്ലാതെ മുതലാളിത്തത്തിന് നിലനിൽക്കാനോ അതിജീവിക്കാനോ ആവില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മുതലാളിത്തം ഈ മനുഷ്യരെ ഇങ്ങനെ പുതുതായി തങ്ങളുടെ പഴയ തൊഴിലുകൾ ഉപേക്ഷിച്ച് ഈ പുതിയ ഫാക്ടറികളിലേക്ക്, ഈ പുതിയ വ്യവസായശാലകളിലേക്ക് വന്നെത്തിയ മനുഷ്യരെ അവരുടെ ചോരയും നീരും ഊറ്റും വിധം ഉപയോഗിക്കുന്നുണ്ട്. ഡെട്രോയിറ്റിലെ വ്യവസായം, ഈ മോഡേൺ ടൈംസിലെ സിനിമ നടക്കുന്നത് ഡെട്രോയിറ്റ് നഗരത്തിലാണ്.
ഈ ഡെട്രോയിറ്റ് നഗരത്തിലൊരു ഫാക്ടറിയിലാണ് ഈ സിനിമ അരങ്ങേറുന്നത്. ഈ ഡെട്രോയിറ്റിലെ ഫാക്ടറികൾക്ക് വളരെ പ്രസിദ്ധമായ നഗരമാണ് ഡെട്രോയിറ്റ്. ഡെട്രോയിറ്റിലെ ഫാക്ടറികളെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, യുവാക്കളെ വൻതോതിൽ ഈ ഫാക്ടറികൾ ആകർഷിക്കുകയും 3-4 വർഷങ്ങൾ കൊണ്ട് തന്നെ അവരെ പൂർണ്ണമായും യാന്ത്രികമായ നിരന്തരാധ്വാനത്തിലൂടെ നിർജീവ ശവങ്ങളാക്കി മാറ്റുകയും ചെയ്തു പോന്നു എന്നുള്ളതാണ്. അഥവാ മനുഷ്യനെ ഈ ഡിഹ്യൂമനൈസ് ചെയ്യുന്ന, മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്ന ഒരു ഒരു പ്രവർത്തന കേന്ദ്രങ്ങളായിരുന്നു ഈ ഫാക്ടറികൾ എന്നർത്ഥം. അപ്പോൾ ആ ഫാക്ടറികളുടെ ഭാഗമായി ഈ ലാഭത്തെ മുൻനിർത്തിയിട്ട് പ്രവർത്തിക്കുന്ന, ലാഭത്തിൽ നിന്ന് വീണ്ടും അമിത ലാഭത്തിലേക്ക്, അവിടെ നിന്ന് വീണ്ടും മുന്നോട്ടേക്ക് മാത്രം സഞ്ചരിക്കാനാവുന്ന, ലാഭത്തെ ലാക്കാക്കി മുന്നോട്ടേക്ക് മാത്രം സഞ്ചരിക്കാനാവുന്ന ഒരു ഭീമാകാര ജീവിയായിരുന്നു ഈ മുതലാളിത്ത വ്യവസായ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു വ്യവസായ ലോകം ഉണ്ടാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ ലോകത്താകമാനം വലിയ തോതിൽ തൊഴിലില്ലായ്മ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നേരത്തെ ഫാക്ടറികളിലേക്കും വ്യവസായശാലകളിലേക്കും വന്ന മനുഷ്യരുടെ തന്നെ തൊഴിലുകൾ നഷ്ടപ്പെട്ടു തുടങ്ങി. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വലിയ തോതിൽ ഉള്ള അമിതമായ യന്ത്രവൽക്കരണമായിരുന്നു. അമിതമായ യന്ത്രവൽക്കരണം, ആ യന്ത്രവൽക്കരണം സ്വാഭാവികമായും തൊഴിലാളികളുടെ തൊഴിൽ സാധ്യത ഇല്ലാതാക്കി. നമ്മൾ 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലുണ്ടായ ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും. ആ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ പ്രധാനപ്പെട്ട കാരണം വ്യവസായവൽക്കരണത്തിൻ്റെ ഇങ്ങനെ ഒരു പുതിയ ഘട്ടത്തിലേക്ക്, യന്ത്രങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ലോകം പ്രവേശിച്ചതായിരുന്നു അമേരിക്കയിലെ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ പ്രധാനപ്പെട്ട ചരിത്രപരമായ ഹേതു എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ പശ്ചാത്തലത്തിൽ ആ കാലത്ത് വലിയ തോതിൽ സിനിമയിലും സാഹിത്യത്തിലുമൊക്കെ ഈ ഒരു ആധുനികപൂർവമായ ഒരു സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്. തങ്ങൾ കടന്നു വന്ന ഈ വ്യവസായ സംസ്കൃതിയെ കൈയൊഴിയാനുള്ള ഒരാഗ്രഹം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മോഡേൺ ടൈംസ് എന്നുള്ള സിനിമ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഭാഗമായി അമേരിക്കയിലും യൂറോപ്പിലും വ്യാപകമായി സഞ്ചരിക്കുന്നുണ്ട് 1931 മുതൽ ചാർലി ചാപ്ലിൻ വലിയൊരു ലോകസഞ്ചാരം നടത്തുന്നുണ്ട്. അതിനുശേഷമാണ് ഈ സിനിമ ഇറക്കുന്നത്. ആ ലോകസഞ്ചാരത്തിൽ ചാപ്ലിൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു. കാരണം ഇത് അനിയന്ത്രിതമായൊരു പോക്കാണ്. ഇതിന് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാവും? മനുഷ്യനെ തകർത്തുകൊണ്ട് മാത്രമേ, മനുഷ്യരാശിയെ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ മുതലാളിത്തത്തിൻ്റെ ഈ ലാഭക്കൊതി അവസാനിക്കൂ എന്ന് ചാപ്ലിൻ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നത്. ചാപ്ലിന് മുമ്പ് തന്നെ സിനിമയിൽ ഇങ്ങനെ ഇത്തരം ധാരാളം സിനിമകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഡോക്യുമെൻ്ററി സിനിമകളുടെ ആദ്യത്തെ സൃഷ്ടി എന്നൊക്കെ പറയാവുന്ന നനുക്ക് ഓഫ് ദ നോർത്ത്, അമേരിക്കൻ ചലച്ചിത്ര സംവിധായകനായിരുന്ന റോബർട്ട് ഫ്ലാഹർട്ടിയുടെ നനുക്ക് ഓഫ് ദ നോർത്ത്, വളരെ പ്രസിദ്ധമായ ആദ്യത്തെ ഡോക്യുമെൻ്ററി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള സിനിമയാണ് നനുക്ക് ഓഫ് ദ നോർത്ത് എന്ന് പറയുന്ന സിനിമ. അലാസ്കയിലെ ധ്രുവപ്രദേശമായ അലാസ്കയിലെ മനുഷ്യരുടെ, മഞ്ഞിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥയാണത്. ഒരു ആദിമ വിശുദ്ധിയിൽ ആ മനുഷ്യരെങ്ങനെയാണ് തങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തിയത് എന്ന് വളരെ സൂക്ഷ്മമായി ആ സിനിമ പിന്തുടരുകയാണ്. അങ്ങനെ പിന്തുടർന്ന് അവർ നമ്മളീ പറയുന്ന നാഗരിക മനുഷ്യരുടേതല്ലാത്ത വിശുദ്ധമായ നിഷ്കളങ്കമായ ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യർ അങ്ങേയറ്റം സംതൃപ്തരാണ് എന്ന് കാണിക്കാനാണ് ഫ്ലാഹർട്ടി ശ്രമിച്ചത്. ആ സിനിമയ്ക്കകത്ത് നാനൂക്ക് ഒരു ഗ്രാമഫോൺ റെക്കോർഡ് എടുത്തിട്ട് കടിക്കുന്നുണ്ട്. ഈ ഗ്രാമഫോൺ റെക്കോർഡ് എടുത്ത് കടിക്കുക എന്നത് ഒരു അങ്ങേറ്റം നിഷ്കളങ്കമായ, ഗ്രാമഫോൺ റെക്കോർഡർ വ്യവസായ യുഗത്തിൻ്റെ ഉൽപ്പന്നമാണ്. അത്തരമൊരു സംഗതി എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത, വ്യവസായ യുഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്ത ഒരു ജനത ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർ അങ്ങേയറ്റം സംതൃപ്തരാണ്. ഈ പറയുന്ന നാഗരികതയിലേക്കും മുതലാളിത്തത്തിലേക്കും പ്രവേശിച്ച മനുഷ്യർ അനുഭവിക്കുന്ന തീക്ഷ്ണമായ ദുരന്തങ്ങളിലൂടെയല്ല അവർ, മറിച്ച് കുറെ കൂടി വിശുദ്ധമായ, ആദിമവിശുദ്ധമായ, നിഷ്കളങ്കമായ ഒരു ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താൻ ഈ മനുഷ്യർക്ക് സാധിക്കുന്നു എന്ന് പറയാനാണ് ഫ്ലാഹർട്ടി ശ്രമിക്കുന്നത്. ഒരുപക്ഷെ അത്തരം സിനിമകളുടെ ഒരു തുടർച്ചയിലാണ് മോഡേൺ ടൈംസ് എന്നുള്ള സിനിമ സംഭവിക്കുന്നത് എന്നർത്ഥം. ഒരുപക്ഷെ നമ്മൾ പിൽക്കാലത്ത് ഗാന്ധിയൊക്കെ പിൽക്കാലത്തല്ല, 1920-കൾ തൊട്ട് തന്നെ ഗാന്ധി വ്യവസായവൽക്കരണത്തെ എതിർക്കുന്നുണ്ട്, യന്ത്രവൽക്കരണത്തെ എതിർക്കുന്നുണ്ട്. ഈ വ്യവസായവൽക്കരണത്തെയും യന്ത്രവൽക്കരണത്തെയും കുറിച്ച് ഇന്ത്യയിൽ ഗാന്ധിയൊക്കെ പറഞ്ഞ
ഒട്ടേറെ കാര്യങ്ങൾ ഒരുപക്ഷെ മോഡേൺ ടൈംസ് എന്ന് പറയുന്ന സിനിമ പിന്നെ പ്രമേയമാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഗാന്ധിയൻ ഐഡിയൽസ്, ഗാന്ധിയൻ ആദർശങ്ങൾ ചാർലി ചാപ്ലിനെ സ്വാധീനിച്ചിരിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്ലിൻ്റെ ആ ലോകസഞ്ചാരത്തിനിടയിൽ ചാപ്ലിൻ സന്ദർശിച്ച ആളുകൾ, അന്നത്തെ ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, ഒട്ടുമിക്ക ആളുകളെയും, പ്രധാനപ്പെട്ട കലാകാരന്മാരെ, ശാസ്ത്രജ്ഞന്മാരെ, രാഷ്ട്രതന്ത്രജ്ഞന്മാരെ, രാഷ്ട്ര നേതാക്കളെ ഒക്കെ പിന്നെ ചാപ്ലിൻ സന്ദർശിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം സന്ദർശിച്ച പ്രധാനപ്പെട്ട ഒരാൾ മഹാത്മാഗാന്ധിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചാപ്ലിൻ്റെ ഈ സിനിമ, ആ സിനിമ നിർമ്മിക്കപ്പെടുന്ന ഒരു ചരിത്രഘട്ടം അങ്ങനെയൊന്നാണ്. മനുഷ്യർ വലിയ നൈരാശ്യത്തിലേക്ക് കുപ്പുകുത്തിയ ഒരു സവിശേഷ ചരിത്രഘട്ടത്തിലാണ് ഈ സിനിമ പുറത്തു വരുന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ സിനിമ ആരംഭിക്കുന്നത് ഒരു വലിയ ഭീമാകാരമായ ഒരു ക്ലോക്കിനെ കാണിച്ചുകൊണ്ടാണ്. ആ ക്ലോക്ക് സ്ക്രീനിൽ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് വളരെ രസകരമാണ്. സ്ക്രീൻ മുഴുവനായി നിറഞ്ഞു നിൽക്കുകയാണ് ആ ക്ലോക്ക്. മറിച്ച് നമ്മൾ എവിടെയെങ്കിലും ചുമരിൽ തൂക്കിയൊരു ക്ലോക്കല്ല, ഒരു സ്ക്രീൻ പ്രസൻസ് ആ ക്ലോക്ക് മാത്രമായി തീരുന്ന ഒരൊറ്റ ദൃശ്യത്തിൽ നിന്നാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഈ സിനിമയുടെ ടൈറ്റിൽ കാർഡ് തെളിയുന്നത്. ആ ക്ലോക്കിന് മുകളിലാണ് ആ ക്ലോക്ക് വരുന്നത്. ഈ ക്ലോക്കിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നത്, അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് ഇത്ര സൂക്ഷ്മമായ ഒന്നാണെന്നും അതിനകത്തുള്ള ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അങ്ങനെയാണ് ഈ സെക്കൻഡുകളുടെ വില എന്താണ് എന്നുള്ള രീതിയിൽ സമയത്തിന് ഇത്ര അമിത പ്രാധാന്യം ലഭിക്കുന്നത് വ്യവസായ യുഗത്തിൻ്റെ പിറവിയോടുകൂടിയിട്ടാണ്. വ്യവസായശാലകളിലാണ് ഇത്തരം ഭീമാകാരമായ ക്ലോക്കുകളും ആ ക്ലോക്കുകളുടെ സമയസൂചികളുടെ ചലനത്തെ ആധാരമാക്കിയുണ്ടായിരുന്ന വലിയ സൈറണുകളും ആ സൈറണുകളാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന മനുഷ്യ ജീവിതാധ്വാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഈ ക്ലോക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആധുനികതയുടെ കവാടമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാവും. ഡാനിയൽ ബെല്ലിൻ്റെ തന്നെ പ്രയോഗം കടമെടുത്ത് പറഞ്ഞാൽ, ആധുനിക പൂർവ്വ സംസ്കൃതിയിൽ നിന്ന് ആധുനികതയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്ന ആ കവാട പിന്നെ ബിന്ദുവാണ് ഈ ക്ലോക്ക് എന്ന് പറയാനാവും നമുക്ക്. ആ ക്ലോക്കിനെയാണ് ഏറ്റവും ആദ്യം കാണിക്കുന്നത്. ആ ക്ലോക്ക് തന്നെ ഒരു സവിശേഷമായ രീതിയിലാണ് ആ ക്ലോക്ക് ആ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ക്ലോക്കിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയിട്ട് കാണിക്കുന്നത് സെക്കൻഡ് സൂചിയാണ്. ആ സെക്കൻഡ് സൂചിയുടെ ചലനവും സെക്കൻഡ് സൂചിയുടെ വലിപ്പവും ക്രമാതീതമായി വേറിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനാവും. ആ സെക്കൻഡ് സൂചിയുടെ രൂപം ഒരു വാള് പോലെയാണ്. ഇങ്ങനെ ഇംഗ്ലണ്ടിലെ നൈറ്റ്സൊക്കെ ഉപയോഗിച്ചിരുന്ന പിന്നെ വാള് പോലെ, ഒരു പിടിയുള്ള വാള് പോലെയാണ് ആ പിന്നെ സെക്കൻഡ് സൂചിയുടെ രൂപം. അങ്ങേയറ്റം സൂക്ഷ്മമാണ്, അങ്ങേയറ്റം മൂർച്ചയേറിയതാണ്, ഷാർപ്പാണ്. അവിടെ വെച്ച് കാലത്തെ മുറിച്ച് എടുക്കുന്ന തരത്തിലുള്ള ഒരു വാള് പോലെ, ഓരോ ബിന്ദുവിനെയും വേർതിരിച്ചെടുക്കുന്ന ഒരു വാള് പോലെ ആ സമയമാപിനി അതിനകത്ത് വലിയൊരു രൂപകമായി, ആ സിനിമയുടെ മൊത്തത്തിലുള്ള കേന്ദ്ര രൂപകമായി ആ സിനിമയുടെ തുടക്കത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ടൈറ്റിൽ കാർഡിൽ നിന്ന് പിന്നീട് സിനിമ നേരെ പ്രവേശിക്കുന്നത് ഇങ്ങനെ കൂട്ടമായി ഒഴുകി നീങ്ങുന്നത് പോലെ, ഒരു പുഴയൊഴുകി നീങ്ങുന്നത് പോലെ നിരനിരയായി ഒന്നിച്ചു നീങ്ങിപ്പോകുന്ന ഒരു ആട്ടിൻപറ്റത്തിലേക്കാണ്. ഒരു ആട്ടിൻപറ്റം. ആ ആട്ടിൻപറ്റം കഴിഞ്ഞ് തൊട്ടടുത്ത പിന്നെ അതിൻ്റെ സീൻ എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയിലേക്ക് ഒന്നിച്ച്, ഒരു സബ്വേ കയറിയിട്ട് ഫാക്ടറിയിലേക്ക് ഒഴുകി നീങ്ങുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ ചിത്രമാണ്. ഇത്തരം ഒരു ജക്സ്റ്റാപ്പൊസിഷൻ, ഒരു ചേർത്തുവെപ്പ്, ഒരു മൊണ്ടാഷ് എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിച്ച സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കേതം, രണ്ട് ദൃശ്യങ്ങളെ ഇത്തരത്തിൽ അർത്ഥപൂർണമായി ചേർത്ത് വയ്ക്കുന്ന അത്തരത്തിലുള്ള ഒരു ജക്സ്റ്റാപ്പൊസിഷൻ ഈ സിനിമയുടെ കേന്ദ്രപ്രമേയത്തിലേക്ക് വെളിച്ചം വീശുന്ന ആദ്യത്തെ ദൃശ്യമാണ്. എങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഒരു ആട്ടിൻപറ്റം തെളിച്ചു കൊണ്ടുപോകപ്പെടുന്നത് എങ്ങനെയാണോ അതുപോലെ, അവിടെ ആട്ടിൻപറ്റത്തിലെ ഓരോ ആടിനായി പ്രത്യേകം വ്യക്തിത്വമില്ല, അതൊരു പറ്റം മാത്രമാണ്. അവിടെ ഓരോ ആടും വ്യത്യസ്തനല്ല, മറിച്ച് ഇടയൻ്റെ ചലനത്തിനൊത്ത്, ഇടയൻ്റെ ശാസനയ്ക്കൊത്ത്, ഇടയൻ്റെ വടിക്കൊത്ത് ചലിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു കൂട്ടത്തിൽ ഉള്ള ഒന്ന് മാത്രമാണ് അതിനകത്തുള്ള ഒരാട്. ആ ഒരാടിന് വിശേഷമൊന്നുമില്ല, മറിച്ച് എല്ലാ ആടുകളും ഒന്നായിത്തീരുന്ന, ഒരു പറ്റമായിത്തീരുന്ന, ഒരു കൂട്ടമായിത്തീരുന്ന ഒരു അനുഭവമാണത്.
യഥാർത്ഥത്തിൽ പിന്നെ ആധുനികതയുടെ ഒരു വലിയ വൈരുദ്ധ്യം കൂടിയാണത്. ആധുനികത വ്യക്തിയെ വല്ലാതെ ഉയർത്തിക്കാണിച്ച ഒരു സാമൂഹ്യ ചരിത്രഘട്ടം കൂടിയായിരുന്നു കേട്ടോ. വ്യക്തിവാദം എന്ന് പറയുന്നത് ആധുനികതയുടെ ഒരു ഉൽപ്പന്നമായിരുന്നു. ആധുനികതയുടെ ഭാഗമായിട്ടാണ് വ്യക്തിക്ക് വലിയ പ്രാധാന്യമുണ്ടായത്. പക്ഷെ വ്യവസായത്തിൽ വ്യക്തിയെ അനേകം ഒരു പറ്റത്തിലെ ഒരു ഇനം മാത്രമായിട്ടാണ് പരിഗണിക്കുന്നത് എന്ന് സൂചിപ്പിക്കും വിധം ഈ ആട്ടിൻ പറ്റത്തെ കാണിച്ചുകൊണ്ട് തൊട്ടടുത്ത നിമിഷം ഫാക്ടറിയിലേക്ക് ഒഴുകി നീങ്ങുന്ന മനുഷ്യരെ, ആ മനുഷ്യരിൽ ഓരോരുത്തർക്കും ഒരു വിലയുമില്ല, മറിച്ച് അവരൊക്കെയും തൊഴിലാളികളാണ്. ആ ഒരു പറ്റത്തിൻ്റെ, ഒരു ആട്ടിൻ പറ്റം പോലെ ഒരു തൊഴിലാളി പറ്റം, ആ പറ്റം ഒന്നിച്ചു നീങ്ങുന്നു. അവിടെ പോയി തങ്ങളുടെ കാർഡെടുത്ത് പഞ്ച് ചെയ്ത് തങ്ങളുടെ യൂണിഫോം അണിഞ്ഞ് അല്ലെങ്കിൽ തങ്ങളുടെ തൊഴിൽ വേഷമണിഞ്ഞ് അവർ പിന്നെ തൊഴിൽശാലയിലേക്ക് നീങ്ങുന്നു. ഒരു ആട്ടിൻപറ്റം എങ്ങനെയാണോ തങ്ങളുടെ മുമ്പിൽ എവിടെയോ നടക്കുന്ന അദൃശ്യനായ ഒരു ഇടയൻ്റെ ശാസന അനുസരിച്ച് നീങ്ങുന്നത്, അതുപോലെ ഒരു പണിശാലയിലേക്ക് ഒഴുകി നീങ്ങിപ്പോകുന്ന മനുഷ്യരാണ്. പിന്നീട് ഡെട്രോയിറ്റിൽ ആ ഫാക്ടറിക്ക് അകത്തേക്ക് ക്യാമറ പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുക അവിടെ എങ്ങനെയാണ് മനുഷ്യർ ഇരകളാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അവിടെ പിന്നീട് മനുഷ്യരില്ല, പിന്നീട് തൊഴിൽ ചെയ്യുന്ന മനുഷ്യരൂപം കൈവരിച്ച യന്ത്രങ്ങൾ മാത്രമാണ് പിന്നീട് അവിടെയുള്ളത്. വലിയ നിരവധി യന്ത്രങ്ങൾ നമുക്ക് ആ ഫാക്ടറിക്കകത്ത് കാണാൻ പറ്റും. നിരവധി യന്ത്രങ്ങൾ, വലിയ ലിവറുകൾ, സ്വിച്ചുകൾ, പിന്നെ വലിയ പൽചക്രങ്ങൾ, ഇങ്ങനെ യന്ത്രങ്ങളുടെ ഒരു വലിയ ലോകം. ആ ലോകത്തിൻ്റെ ഇടയിൽ അവിടെയായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന യന്ത്രങ്ങളെപ്പോലെ തന്നെ പണിയെടുക്കുന്ന മനുഷ്യർ. ആ യന്ത്രങ്ങളിൽ നിന്ന് ഈ മനുഷ്യർക്ക് ഒരു വ്യത്യാസവുമില്ല എന്നുള്ളത് വളരെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ചാർലി ചാപ്ലിൻ നമ്മളെ ബോധ്യപ്പെടുത്തും. കൃത്യമായി ചലിക്കുന്നതിന് വേണ്ടി പിന്നെ വ്യക്തമായി നിരീക്ഷിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ആ ഫാക്ടറിക്കകത്തുള്ളത്. ആരാണ് നിരീക്ഷിക്കുന്നത് ക്ലോസ്ഡ് സർക്യൂട്ട് ടി വികളിലൂടെ, പിന്നെ ക്യാമറകളിലൂടെ മുകളിലിരുന്ന് കമ്പനിയുടെ പ്രസിഡന്റ് ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമ്മളെ, ഈ തൊഴിലാളികളെ യന്ത്രസമാനമായി പണിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ഇതിനകത്ത് ചാർലി, പിന്നെ ഈ തൊഴിലാളിയായ ചാർലി തൊഴിലിനിടക്ക് കിട്ടുന്ന ഒരിടവേളയിൽ അയാൾ ടോയ്ലറ്റിൽ പോയി സിഗരറ്റ് വലിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ടോയ്ലറ്റിലേക്ക് തുറന്നു വെച്ച ക്യാമറയിലൂടെ അത് കാണുന്ന പ്രസിഡന്റ് അദ്ദേഹത്തെ വലിയ തോതിൽ അദ്ദേഹത്തെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എവിടെയും ടോയ്ലറ്റിലടക്കം എവിടെയും താൻ നിരീക്ഷണത്തിന് വിധേയനാണ് എന്ന് കൃത്യമായി തൊഴിലാളികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. എവിടെയെങ്കിലും ഒന്ന് സ്ലോ ആകുമ്പോൾ വളരെ കൃത്യമായി ഉടനെ നിർദ്ദേശം എത്തിച്ചേരും. ജോർജ് ഓർവെല്ലിൻ്റെ 1984 എന്ന് പറയുന്ന പിന്നെ നോവലിനകത്താണ് നമ്മൾ ഈ ബിഗ് ബ്രദർ എന്ന് പറയുന്ന പിന്നെ സങ്കല്പം പരിചയപ്പെടുന്നത്. മുഴുവൻ നിരീക്ഷിക്കുന്ന ഒരു ബിഗ് ബ്രദറിനെ കുറിച്ചുള്ള ഒരു സാന്നിധ്യം നമ്മൾ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് ഇപ്പോൾ ജെറമി ബെന്താമിൻ്റെ പാനോപ്റ്റിക്കോൺ എന്ന് പറയുന്ന സങ്കല്പമൊക്കെ നമുക്ക് പരിചയമുള്ളതായിരിക്കും. പിന്നീട് ഫൂക്കോ വലിയൊരു വിശകലന പദ്ധതിയായി സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെ വിശദീകരിക്കാനുള്ള, സമൂഹത്തിൽ പിന്നെ നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥയെ വിശദീകരിക്കാനുള്ള ഒരു വിശകലന പദ്ധതിയായി പാനോപ്റ്റിക്കോൺ എന്ന് പറയുന്ന സങ്കല്പനത്തെ മിഷേൽ ഫൂക്കോ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിൽ പുറത്തുനിന്ന് നമ്മളെ നോക്കിക്കാണുന്ന ഒരു നിരീക്ഷണ സംവിധാനം എങ്ങനെയാണ് നമ്മൾ പോലും അറിയാതെ നിയന്ത്രിക്കുന്നത്, നമ്മളെ എങ്ങനെയാണ് കൃത്യമായും യന്ത്രസമാനമായ ഒരു ജീവിയാക്കി തീർക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തും ഈ സിനിമയ്ക്കകത്തുള്ള പ്രസിഡന്റ് നമ്മളെ. ചാർലി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ കൺവെയർ ബെൽറ്റുകളിൽ ഇങ്ങനെ ഒഴുകി നീങ്ങുന്ന ഉൽപ്പന്നങ്ങളിൽ നട്ടുമുറുക്കാനാണ് ചാർലിയുടെ ജോലി. അത് വളരെ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ നട്ടുമുറുക്കി ഒന്ന് നട്ടുമുറുക്കി കഴിയുന്നതിന് മുമ്പേ തന്നെ അടുത്ത കൺവെയർ ബെൽറ്റിലൂടെ തൻ്റെ മുമ്പിലെത്തും. അതിൻ്റെ നട്ടുമുറുക്കി അയാൾ ഒരു സെക്കൻഡ് പോലും ഇടയില്ലാതെ, വിശ്രമിക്കാൻ കഴിയാതെ പിന്നെ നട്ടുമുറുക്കിക്കൊണ്ടേയിരിക്കുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് ഒരേ സ്പീഡിലല്ല സംഭവിക്കുന്നത്, മറിച്ച് നമ്മൾ സ്പീഡായി വരുന്നതിനനുസരിച്ച് സ്പീഡ് കൂട്ടി വരും. കൺവെയർ ബെൽറ്റ് പെട്ടെന്ന് വരും. അതിനിടക്ക് മറ്റൊന്നും ചെയ്യാൻ, മറ്റൊന്നും ആലോചിക്കാൻ, മറ്റൊന്നും ചിന്തിക്കാൻ, സ്വപ്നം കാണാൻ, മനസ്സ് എന്ന് പറയുന്ന ഒരു സംഗതി പ്രവർത്തിക്കാനുള്ള അനുവാദം പോലുമില്ല. വളരെ യാന്ത്രികമായി ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ചെയ്യാൻ എവിടെയെങ്കിലും ഒന്ന് വൈകിപ്പോയാൽ അടുത്ത സാധനം വന്ന് ഇതിനെ തള്ളിപ്പോകും. അതുകൊണ്ട് അങ്ങേയറ്റം യാന്ത്രികമായി ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, അങ്ങനെ നട്ടുമുറുക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമാണ്.
അതിനിടയിൽ ചാർലിക്ക് സംഭവിക്കുന്ന ഒരു പിഴവ് ബാക്കി എല്ലാവരെയും പ്രശ്നമാക്കും. ബാക്കി എല്ലാ തൊഴിലാളികളുടെയും ജോലി അത് ബാധിക്കും. അവർ ഏതെങ്കിലും തരത്തിൽ ചാർലിയോട് ദേഷ്യപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്ക് ജോലി വന്നിട്ട് തിക്കുമുട്ടും. അത് അവരിലൊക്കെ ഉണ്ടാക്കണം പ്രതികരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റേതായിട്ടുള്ള ഒരു വികാരവും പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. ചാർലിയോട് അവർക്ക് ദേഷ്യമുണ്ട്, പക്ഷേ ചാർലിയോട് അത് പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോഴേക്ക് യന്ത്രം അവരെ വീണ്ടും ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൺവെയർ ബെൽറ്റ് അവരെ സ്വയം യന്ത്രങ്ങളാക്കി മാറ്റുന്നു. ഇങ്ങനെ നട്ടുമുറുക്കി ഒടുവിൽ അതിൻ്റെ വേഗത കൂടി വന്ന് ചാർലിയുടെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു. നട്ടുമുറുക്കി കഴിഞ്ഞിട്ടും അയാളുടെ കൈകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഈ കൈനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ കൈകളെ അടക്കി വെക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. കാരണം എത്രയോ നേരമായി നട്ടുമുറുക്കിക്കൊണ്ടിരുന്ന ആ കൈകളുടെ ചലന രീതി അയാളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അയാളൊരു യന്ത്രമായി പരിവർത്തനപ്പെടുകയാണ്. അത് കഴിഞ്ഞ് ഇയാൾ വലിയ തോതിൽ മാനസികമായ വിഭ്രാന്തിയിലപ്പെട്ടു പോകുന്നയാൾ പണി നിർത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് മനസ്സിൻ്റെ സമനില നഷ്ടപ്പെട്ട് തൻ്റെ അടുത്ത് നിൽക്കുന്ന ഫോർമാൻ്റെയും അടുത്ത് നിൽക്കുന്ന തൊഴിലാളികളുടെയും പ്രസിഡന്റിൻ്റെ സുന്ദരിയായ സെക്രട്ടറിയുടെയും ഒക്കെ നട്ടുമുറുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒടുവിൽ ഫാക്ടറിയിലാകെ കുഴപ്പങ്ങൾ, സർവത്ര കുഴപ്പം. അതിൻ്റെ ഭാഗമായി അയാളെ മാനസിക രോഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. മാനസിക രോഗാശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചാർലി റോഡിലൂടെ നടക്കുന്ന സമയത്ത് അവിടെ അപ്പോഴേക്ക് സമൂഹത്തിലാകെ വലിയ തൊഴിലാളി കലാപങ്ങൾ നടക്കുന്നുണ്ട്. വലിയ തൊഴിൽ നഷ്ടപ്പെട്ട മനുഷ്യരുടെ പ്രതിഷേധങ്ങൾ തെരുവിൽ അരങ്ങേറുന്നുണ്ട്. ആ സമയത്താണ് ചാർലിയുടെ മുമ്പിൽ മരം കയറ്റിക്കൊണ്ടുപോയ ഒരു ലോറിയുടെ പിന്നിൽ കെട്ടിവെച്ചിരുന്ന ഒരു ചുവന്ന കൊടി, ഈ മരത്തിൻ്റെ ഒരു അകലം സൂചിപ്പിക്കാൻ വേണ്ടി പിന്നാലെ വരുന്ന വാഹനങ്ങൾക്ക് അപകട സൂചന നൽകാൻ വേണ്ടി കെട്ടിവെച്ചിരുന്ന ഒരു ചുവന്ന കൊടി ആ കെട്ടഴിഞ്ഞ് താഴെ റോഡിലേക്ക് വീഴുകയും വണ്ടി പോവുകയും ചെയ്തപ്പോൾ ഈ കൊടി എടുത്തുകൊണ്ടുവന്ന് ഇത് പൊക്കി കാണിച്ച് ആ ലോറിക്കാരനെ വിളിച്ച് പറയുകയാണ് ചാർലി. പക്ഷെ ലോറിക്കാരൻ അത് കേൾക്കാതെ പോകുന്നു. ഈ കൊടി, ചുവന്ന കൊടി ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ചാർലിയുടെ മുമ്പിൽ പിന്നിൽ ഒരു പ്രകടനം വന്ന് ചാർലിയോടൊപ്പം അണിചേരുന്നു. ചാർലി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി മാറുന്നു. പോലീസ് വന്ന് ചാർലി അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് പോലീസ് അറസ്റ്റ്. പിന്നീട് ചാർലി ഇത്തരത്തിൽ ഒട്ടേറെ തൊഴിലുകൾ അതിനുശേഷം വരുന്ന അതിനിടയിൽ ഈ തൊഴിലാളി കലാപത്തിനിടയ്ക്ക് മരിച്ചുപോയ, പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ മകൾ തെരുവിൽ അലയാൻ വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി അവളുടെ 2 അനിയത്തിമാരെ കൂടി സംരക്ഷിക്കുന്നവളാണ്. അവൾ ചെറിയ മോഷണങ്ങളൊക്കെയായി വിശന്നിരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചൊരു പെൺകുട്ടിയാണ്. സമരസജ്ജയാണ് അവൾ. അങ്ങനെ ഒരു പെൺകുട്ടിയുമായി ചാർലി പരിചയപ്പെടുന്നു. പിന്നീടുള്ള ജീവിതം മുഴുവൻ അവർ ഒന്നിച്ചാണ്. അവർ തൊഴിൽ ചെയ്യുന്നത് ഒക്കെ ഒന്നിച്ചാണ്. അത്തരം ഒരു തൊഴിൽ സാഹചര്യത്തെ ആ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം ഈ പറയുന്ന വലിയ തോതിൽ ജീവിതം തന്നെ ഒരു പോരാട്ടമാക്കി മാറ്റുന്ന, നിരന്തരം അസംതൃപ്തി മാത്രം നിലനിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ മുഷിപ്പിക്കുന്ന ഒരു ചക്രം ആ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഓരോന്നും ഓരോ സീക്വൻസും ഓരോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളായി മാറുന്ന അവസ്ഥ ഈ സിനിമയിൽ നമ്മൾ കാണും. ഓരോ സീക്വൻസും ഓരോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഓരോ ജീവിതാവസ്ഥയും ഓരോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ചാർലി ചാപ്ലിൻ നർമ്മത്തെ ഉപയോഗിക്കുന്നത് കേവല നർമ്മം എന്നുള്ള രീതിയിലല്ല, മറിച്ച് ആ നർമ്മ മുഹൂർത്തങ്ങളൊക്കെയും ചില രാഷ്ട്രീയ പ്രസ്താവനകൾ കൂടിയായി തീരുന്ന അനുഭവം നമ്മൾ ഈ സിനിമയിൽ, ഈ മോഡേൺ ടൈംസിൽ നമ്മൾ കാണും. ഈ സിനിമയിൽ ഭാഷ ഉപയോഗിച്ചിട്ടില്ല. നമുക്കറിയാം ചാർലി ചാപ്ലിൻ സിനിമകളിൽ പൊതുവെ നിശബ്ദ സിനിമകളാണവ. ചാർലി ചാപ്ലിൻ തൻ്റേതായ ഒരു പാൻറ്റോമൈം രീതി, പാൻറ്റോമൈം എന്നാണ് നമ്മൾ ചാപ്ലിൻ്റെ അഭിനയ ശൈലിക്ക്, അതൊരു പ്രത്യേക നടന ശൈലിയാണ്. പാൻറ്റോമൈം രീതി ആണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആ രീതിക്കൊരു വലിയ സാർവലൗകികമായ സ്വീകാര്യതയുണ്ട്. കാരണം അതിന് ഭാഷാപരമായ പരിമിതികളിൽ ലോകത്തിൽ ഏതു ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കും ഒരേപോലെ സ്വീകാര്യമായ ഒരു അഭിനയ രീതിയാണ്. ഭാഷ അവിടെ ഒരു പരിമിതിയേ അല്ല. ഇന്നു ഭാഷ ഇത് അപൂർണമിങ്ങഹോ വന്നുപോകും പിഴയും അർത്ഥശങ്കയാൽ എന്ന് ആശാൻ. അത് ഒരർത്ഥത്തിൽ സിനിമയുടേതായൊരു ഭാഷയുണ്ട്, ആ ഭാഷ മാത്രം മതി എന്ന് വാശി പിടിച്ച ഒരാൾ കൂടിയായിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ ഇഷ്ടപ്പെട്ടിരുന്നേ ഇല്ല സിനിമ ഭാഷ സംസാരിക്കുന്നത്. കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന സിനിമ ചാപ്ലിൻ ഇഷ്ടമേ ആയിരുന്നില്ല. ഓർക്കണം, 1936 മോഡേൺ ടൈംസ് വരുന്നത്. പക്ഷേ നമുക്കറിയാം 30കളിൽ തന്നെ സിനിമ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
സംസാരിക്കുന്ന സിനിമകൾ വന്നു കഴിഞ്ഞതിന് ശേഷവും ചാപ്ലിൻ എടുക്കുന്നത് സംസാരിക്കാത്ത സിനിമയാണ്. 30കളിലൊക്കെ പിന്നെ 31 ഇറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയിൽ പിന്നെ അദ്ദേഹം ഈ ശബ്ദത്തിൻ്റെ ചില സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ സംസാരം അദ്ദേഹം അപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് എനിക്കത് പറ്റില്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മോഡേൺ ടൈംസ് എത്തുമ്പോഴും 36 എത്തുമ്പോഴും അദ്ദേഹം അതേ രീതി തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇതിനകത്ത് ശബ്ദം ഉണ്ട് കേട്ടോ, വലിയ തോതിൽ അദ്ദേഹം ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉപയോഗിച്ചിട്ടുണ്ട്. പശ്ചാത്തല സംഗീതം അതിസമർത്ഥമായി അദ്ദേഹം ഇതിനകത്ത് ഇതിൻ്റെ ഒരു പിന്നെ ഭേദങ്ങൾക്കനുസൃതമായിട്ട് വികസിക്കുന്ന ഒരു പശ്ചാത്തല സംഗീതം ഈ സിനിമയ്ക്കകത്ത് ചാപ്ലിൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ യന്ത്രങ്ങളുടെ ഒരു എന്താ പറയുക, മുഷിപ്പിക്കുന്ന അതിൻ്റെ ഒരു താളവും അതിൻ്റെ ഒരു നൈരന്തര്യവും അതിൻ്റെ ഒരു അടിമത്തവും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഭീമാകാരത്വം നമ്മളെ അറിയിക്കുന്ന തരത്തിലുള്ള അതിൻ്റെ ഒരു ശബ്ദഘോഷങ്ങളും നമുക്ക് ആ സിനിമയിൽ നമ്മളെ ഫീൽ ചെയ്യിക്കുന്നുണ്ട്. അതുകൂടാതെ പിന്നെ മോഡേൺ ടൈംസിൽ ഒരു സംഗീത ശില്പമുണ്ട്. ചാപ്ലിൻ തന്നെ അവതരിപ്പിക്കുന്ന സംഗീതശില്പം എന്നല്ല പറയേണ്ടത്, ഒരു പാട്ട്. പക്ഷെ ആ പാട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരി പാട്ട് അദ്ദേഹത്തിന് വരികൾ ഓർമ്മയില്ലാത്തത് കൊണ്ട് തൻ്റെ ഷർട്ടിൻ്റെ കഫിൽ എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കഫ് ആ ഡാൻസിങ് ഹാളിലേക്ക് പിന്നെ എത്തിച്ചേരുമ്പോഴേക്ക്, ആ ബാങ്ക്വറ്റ് ഹാളിൽ എത്തിച്ചേരുമ്പോഴേക്ക് ആ കഫ് തെറിച്ചു പോകുന്നു. പിന്നീട് പാട്ടില്ലാതെ നിൽക്കുന്ന ചാപ്ലിൻ ആ സദസ്സിൻ്റെ മുമ്പിൽ പിന്നെ ഒരു പാട്ട് പാടുകയാണ്. ആ പാട്ടിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക ഭാഷയല്ല, മറിച്ച് പിന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന പ്രത്യേക താളവൈവിധ്യങ്ങളോടെ ആവിഷ്കരിക്കുന്ന, എന്നാൽ സദസ്സിലേക്ക് അത് കൃത്യമായി സംവേദനം ചെയ്യപ്പെടുന്ന ഒരു സവിശേഷമായ ഭാഷ. അപ്പോൾ ഭാഷ ഉപയോഗിക്കുമ്പോഴും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് താൻ ഉപയോഗിക്കില്ല എന്നുള്ള നിഷ്കർഷയായിരുന്നു ചാപ്ലിൻ ഉണ്ടായിരുന്നത്. അല്ലാതെ തന്നെ തനിക്ക് തൻ്റെ കാണികളുമായി തനിക്ക് ബന്ധം സ്ഥാപിക്കാനാവുമെന്നുള്ള ആത്മവിശ്വാസം കൂടിയാണത്. അത്തരമൊരു ആത്മവിശ്വാസമാണ് ഈ സിനിമയ്ക്കകത്തും മോഡേൺ ടൈംസിനകത്തും നമ്മൾ കാണുക. മോഡേൺ ടൈംസ് അവസാനിക്കുന്ന രംഗം ഒരുപക്ഷെ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്, പിന്നെ ആ സിനിമയുടെ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു കഥ, കേട്ടിട്ടുള്ള ഒരു കഥ, പിന്നെ ഈ സിനിമയുടെ അവസാന രംഗം, ഈ സിനിമ പിന്നെ കാണുമ്പോൾ നമുക്കറിയാം അത് ആ സിനിമയുടെ അവസാന രംഗം യഥാർത്ഥത്തിൽ ഈ ചാപ്ലിനും അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരി ചാർലിയും തൻ്റെ കൂട്ടുകാരിയും കൂടി ഒടുവിൽ നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഒരു യാത്രയിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഒരർത്ഥത്തിൽ അതൊരു സന്തോഷകരമായ പര്യവസാനം കൂടിയാണ്. കാരണം ഈ നഗരജീവിതത്തിൻ്റെ നരകയാതനകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഗ്രാമജീവിതത്തിൻ്റെ സ്വാച്ഛന്ദ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന ജീവിതത്തോട് ഞങ്ങൾ ഇനിയും പോരാടുക തന്നെ ചെയ്യും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും ചിത്രത്തിലാണ് സിനിമ അവസാനിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ അവസാനം ഇങ്ങനെ ആയിരുന്നില്ല അത്ര ചാപ്ലിൻ ചിത്രീകരിച്ചത്. മറിച്ച് അതിനൊരു ദുഃഖകരമായ പര്യവസാനത്തിലാണ് ഈ സിനിമ ആദ്യം ചിത്രീകരിച്ചത്. ഈ വലിയ പ്രശ്നങ്ങൾക്ക് ശേഷം ചാപ്ലിൻ ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ചാപ്ലിൻ്റെ കൂട്ടുകാരി അവളും പിന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം വലിയ തോതിലുള്ള ജീവിത പ്രാരാബ്ധങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് ഇത്തരം അറസ്റ്റുകളൊക്കെ ഉണ്ടാവുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടി ഒരു കന്യാസ്ത്രീയായി തീരുന്നു. അവർക്കിനി ഒരുമിക്കാൻ കഴിയാത്ത വിധം, ചാപ്ലിന് പിന്നെ ഇനി അവളുമായി ഒത്തുചേരാനാവാത്ത വിധം അവളൊരു കന്യാസ്ത്രീയായി പോവുകയും അങ്ങനെ ഒരു ദുരന്ത പര്യവസാനം ആ സിനിമയ്ക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടായിരുന്നു ചിത്രീകരണം. പക്ഷേ പിന്നീട് ചാപ്ലിൻ അത് ഒരു പുനർചിന്തയ്ക്ക് വിധേയനായി അത് മാറ്റുകയും ഇങ്ങനെ ഇപ്പം നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള ഒരു അവസാനം പിന്നീട് ഷൂട്ട് ചെയ്യുകയുമാണ് ഉണ്ടായത് എന്ന് ഒരു സംഭവം മോഡേൺ ടൈംസിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. അവസാനത്ത് ഇപ്പോൾ ഉള്ള സിനിമയിൽ അതിൻ്റെ അവസാനം ചിത്രീകരിക്കുന്നത് വളരെ രസകരമാണ്. ഇങ്ങനെ കാലിഫോർണിയൻ കുന്നുകളിലേക്ക്, അതിൻ്റെ ചക്രവാള വിശാലതയിലേക്ക് കണ്ണു നട്ട് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ആദ്യം പിന്നെ ചാപ്ലിൻ്റെ കൂട്ടുകാരി പറയുന്നുണ്ട് എനിക്ക് മടുത്തു, എനിക്കിനി വയ്യ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് വീണ്ടും അവർ ഒരു പുതിയ ഒരുമിച്ച് തന്നെ നേരിടും എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് അവർ
പിന്നെ തിരക്കുകളില്ലാത്ത സ്വച്ഛതയിലേക്ക്, ആ കാലിഫോർണിയൻ കുന്നുകളുടെ ഒരു ദൃശ്യത്തിലേക്ക് സഞ്ചരിച്ച് നീങ്ങിപ്പോകുന്ന ഈ മനുഷ്യരെ കാണിച്ചുകൊണ്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. ഒരർത്ഥത്തിൽ അന്ന് നാഗരികതയുടെ വിമർശകരായിരുന്ന നാഗരികതയുടെ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് അർബനൈസേഷനാണ്. അർബനൈസേഷൻ്റെ വിമർശകരായിരുന്ന ഒട്ടേറെ ചിന്തകന്മാർ മുന്നോട്ട് വെച്ചപ്പോൾ റൂസോയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന പിന്നെ ഒരു വലിയ സങ്കല്പമുണ്ടല്ലോ, നോബിൾ സാവേജ് എന്ന് പറയുന്ന സങ്കല്പം. നോബിൾ സാവേജ്, കുലീനനായ പ്രാകൃതൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം റൂസോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യരല്ല, നാഗരികനായ മനുഷ്യനല്ല, മറിച്ച് പിന്നെ ആദിമ പ്രകൃതിയിൽ സ്വയം പിന്നെ എന്താ പറയുക സ്വയം അടയാളപ്പെടുത്തുന്ന മനുഷ്യനാണ്. ആ ആദിമ വിശുദ്ധിയെ പവിത്രമായി കരുതുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ നോബിൾ, യഥാർത്ഥത്തിൽ കുലീനൻ എന്ന് റൂസോ പറയുന്നുണ്ട്. ഈ സിനിമ അവസാനിക്കുന്നത് അത്തരമൊരു നോബിൾ സാവേജ് സങ്കല്പനത്തിലാണ്. അങ്ങനെ ഒരു ഈ പിന്നെ ആദിമവിശുദ്ധിയുടെ അടയാളങ്ങൾ എന്ന പോലെ ഉയർന്നു നിൽക്കുന്ന കാലിഫോർണിയൻ കുന്നുകളെ കാണിച്ചുകൊണ്ട് ആ കുന്നുകളുടെ ഭാഗത്തേക്ക് പിന്നെ ജനവാസമില്ലാത്ത, അല്ലെങ്കിൽ മനുഷ്യൻ്റെ തിക്കുകളും തിരക്കുകളും ഇല്ലാത്ത, അനിയന്ത്രിതമായ പണത്തിൻ്റെയും ലാഭചിന്തയുടെയും കുത്തൊഴുക്കിൻ്റെ പിന്നെ ലക്ഷണങ്ങളൊന്നുമില്ലാത്ത ആ ആദിമവിശുദ്ധിയിലേക്ക് കണ്ണുനട്ട് നീങ്ങുന്ന രണ്ട് മനുഷ്യാത്മാക്കളിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. 1936 രണ്ടാം ലോക മഹായുദ്ധം പിന്നെ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് അന്ന് മനുഷ്യർ അനുഭവിച്ചിരുന്ന വലിയ സാമൂഹികമായ നൈരാശ്യങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി അന്നത്തെ എഴുത്തുകാരും കലാകാരന്മാരും സിനിമാ പ്രവർത്തകരും ഒക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ കൂടി ഭാഗമായി രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ സിനിമയാണ് യഥാർത്ഥത്തിൽ മോഡേൺ ടൈംസ്. ഇന്ന് നമ്മളത് കാണുമ്പോൾ, വീണ്ടും നമ്മളത് ആ സിനിമയിൽ ഒരു പുനഃസന്ദർശനം നടത്തുമ്പോൾ സ്വാഭാവികമായും ആ സിനിമയ്ക്ക് ഇന്നും നമ്മളോട് ചിലത് പറയാനുണ്ട് എന്ന്, അഥവാ സിനിമയുടെ യാത്ര അവസാനിച്ചിട്ടില്ല, അതൊരു തുടർച്ചയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.